നമ്മൾ ആ സ്വാമിജിക്ക് പണം കൊടുത്തത് വെറുതെയായി. ഗുരുജി അയാളെ കൈയോടെ പൊക്കി ആശ്രമത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ആ ശിവയോഗിക്ക് ദിവ്യദൃഷ്ടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും സാധിക്കില്ല. ആ ശിവയോഗി നമ്മൾ വിചാരിച്ചതുപോലെ അല്ല. എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. കണ്ണിൽ നോക്കി മുന്നിൽ വന്നു നിൽക്കുന്ന ആളുടെ മനസ്സ് വരെ അയാൾ വായിച്ചു കളയും. അതിങ്ങ് തരൂ. എന്താ ഗുരുജി? അതിങ്ങ് തരൂ. ഈ മരുന്നുകളൊന്നും ഉപയോഗിക്കണ്ട. എന്താ ഗുരുജി, എന്തു പറ്റി? ആരോ നമ്മളെ ചതിച്ചിരിക്കുന്നു. ശ്രദ്ധയില്ലാതെ ഈ മരുന്ന് ഉപയോഗിച്ചിരുന്നെങ്കിൽ അത് രോഗിയിൽ വിപരീത ഫലം ഉണ്ടാക്കുമായിരുന്നു. ചിലപ്പോ മരണം വരെ സംഭവിക്കുമായിരുന്നു. മരുന്ന് കൂട്ടിവെച്ച ശേഷം ഈ അറയിൽ വന്നതായിരിക്കുക. ഇന്നലെ രാത്രി ഔഷധക്കൂട്ട് ആരാ തയ്യാറാക്കിയത്? ഞാൻ തന്നെയാ. എന്നെ സഹായിക്കാൻ ഹേമാംബരയും രംഗനാഥ സ്വാമികളും ഉണ്ടായിരുന്നു. ചതിയുടെ ഒരു പത്മവ്യൂഹം ചുറ്റിലും ഒരുങ്ങുന്നുണ്ട്. സൂക്ഷിക്കണം എപ്പോഴും. ഞാൻ പരിശോധിക്കാത്ത ഒരൗഷധവും ഇനി സമൃദ്ധിക്ക് നൽകരുത്. ശരി ഗുരുജി. മോളെ ഇറങ്ങി വാ. വാ. അമ്മേ, അമ്മയ്ക്ക് എന്താ പറ്റിയത്? അമ്മയ്ക്ക് പെട്ടെന്നൊരു തലവേദന വന്നതാ. ഇനി നമുക്ക് അകത്ത് പോയി സംസാരിക്കാം. അമ്മേ ചെല്ലേ. ആത്മഹത്യ ചെയ്ത എല്ലാ പ്രശ്നവും തീരുമെന്ന് ഇവളോട് ആരാ പറഞ്ഞത്?
ചാവാൻ നടക്കുന്നു. ആ കുഞ്ഞിന്റെ കാര്യം പോലും ഓർക്കാൻ അവക്ക് തോന്നിയില്ലല്ലോ. ആന്റി ഇനി അവളെ കുറ്റപ്പെടുത്തണ്ട. സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. അവക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? ഈ മുറ്റത്ത് അവളുടെ ശവം കൊണ്ട് വെക്കേണ്ടി വരില്ലായിരുന്നോ? ഇല്ലേ? ഒരുത്തി പോയി. ഇപ്പൊ ഇവളെ കൂടി ഇങ്ങനെ ചെയ്താ ഞാൻ പിന്നെ എങ്ങനെ ജീവിക്കും? അമ്മ ഒന്ന് സങ്കടപ്പെടാതെ. ഒരു കുഴപ്പമില്ലാണ്ട് ആദ്ര തിരിച്ചു വന്നില്ലേ? ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ആന്റി ഇങ്ങോട്ട് മാറ്, ചായ ഞാനിടാം. അമ്മ ഇനി ആദ്രെ കുറ്റപ്പെടുത്തരുത്. ഇതേപ്പറ്റി ഒന്ന് ചോദിക്കുകയും ചെയ്യരുത്. ഇല്ല, ഞാൻ ഇനി ഒന്നും ചോദിക്കുന്നില്ല. എന്താ മൂർത്തി ഇത്? ഞാൻ ഈ കേൾക്കുന്നൊക്കെ സത്യമാണോ? അതെ മാഡം, നമ്മൾ ആ സ്വാമിജിക്ക് പണം കൊടുത്തത് വെറുതെയായി. ഗുരുജി അയാളെ കൈയോടെ പൊക്കി ആശ്രമത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ആ ശിവയോഗിക്ക് ദിവ്യദൃഷ്ടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും സാധിക്കില്ല. ആ ശിവയോഗി നമ്മൾ വിചാരിച്ചതുപോലെ അല്ല. എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. കണ്ണിൽ നോക്കി മുന്നിൽ വന്നു നിൽക്കുന്ന ആളുടെ മനസ്സുവരെ അയാൾ വായിച്ചു കളയും. എനിക്ക് അയാളുടെ മുമ്പിൽ ചെല്ലാൻ തന്നെ പേടിയാ. സച്ചി അർച്ചന ഈ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഒന്നാവരുത്. ആ, അത് വളരെ എളുപ്പമല്ലേ? ഒരാളെ അങ്ങ് തീർത്ത് കളഞ്ഞാ പോരെ? മൂർത്തി എന്ത് വിട്ടിത്തരായി പറയുന്നേ? കൊല്ലാനാണെങ്കിൽ നമുക്ക് എപ്പോ വേണേലും ചെയ്യാം. പക്ഷേ അതോടെ നമ്മളും തീരും. എല്ലാം അറിയാവുന്ന ഒരാൾ വേറെ ഉണ്ട്. അത് മൂർത്തി മറന്നുപോയോ? CI രാജീവ്. ഇവരുടെ കൂടെ ഞാനും ഇവിടേക്ക് പോന്നിട്ടുണ്ടെന്ന് അയാൾക്ക് വ്യക്തമായിട്ട് അറിയാം. അവർക്കെന്തേലും സംഭവിച്ച ആ നിമിഷം അയാൾ നമ്മളെ പൂട്ടും. അതിനയാൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിട്ട് വേണ്ടേ? മൂർത്തി അയാളൊരു പോലീസുകാരനാ. പോലീസുകാരുടെ ബുദ്ധി നമുക്ക് ഊഹിക്കാനൊന്നും പറ്റില്ല. എന്റെ പേരിൽ ഒരു സംശയം തോന്നിയാൽ പോലും അവിടെ കിടന്നോണ്ട് തന്നെ അയാൾക്ക് പലതും ചെയ്യാൻ സാധിക്കും. ഇതറിയാവുന്നതുകൊണ്ടാ ആദ്യം തന്നെ രാജീവിനെ തീർക്കാൻ ഞാൻ തീരുമാനിച്ചത്. അവിടെ മൂർത്തിക്കാ പാളിയത്. അയാളിപ്പോ ഏകദേശം ഭേദമായിട്ട് വരുന്നുണ്ട്. അതിനിടയിൽ ഇനിയൊരു കൊലപാതകം കൂടെ വേണ്ട. അല്ല, അപ്പോ ആ സ്ത്രീക്ക് ബോധം വന്നാൽ? അവൾക്ക് ബോധം വന്നാൽ അവളുടെ പ്രധാന ശത്രു ഞാൻ തന്നെ ആയിരിക്കും. സത്യങ്ങളെല്ലാം അവൾ ഗോകുലിനോടും മറ്റെല്ലാവരോടും പറയും. അതോടെ ഗോകുലടക്കം എല്ലാവരും എനിക്കെതിരെ തിരിയും.